ഹാർട്ട് അറ്റാക്കും ശരിക്കും കാർഡിയാക് അറസ്റ്റും തമ്മിൽ എന്താണ് ശരിക്കും ഡിഫറൻസ് ഉള്ളത്? ഇപ്പോഴത്തെ ഒരു കാലത്ത് കണ്ടുവരുന്ന ഒരു സംഭവം, നമ്മൾ ആഫ്റ്റർ കോവിഡ് എല്ലാം തളർന്ന് ആൾക്കാർ കുഴഞ്ഞു വീണ് മരിക്കുന്ന ഒരു പ്രശ്നം, അത് ഇത് കണക്റ്റഡ് ആണോ? ശരിക്കും ഈ ഒരു ലക്ഷണങ്ങൾ എന്തായിരിക്കും ഹാർട്ട് അറ്റാക്ക്? എനിക്കിപ്പോൾ ഒരു ഹാർട്ട് അറ്റാക്ക് വരാൻ സാധ്യതയുണ്ട്, എനിക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും സാധ്യത ഉണ്ടോ എന്നുള്ളത്? ഞങ്ങൾ കണ്ടുവരുന്ന 90% പേരും ഹോസ്പിറ്റലിൽ വരുമ്പോൾ പറയുന്നത് ഗ്യാസിന്റെ ആണ്, അസിഡിറ്റി ആണെന്ന് പറയുന്നത്. പക്ഷെ ഇത് പലപ്പോഴും ഇഗ്നോർ ചെയ്യുമ്പോൾ നമുക്ക് വിലപ്പെട്ട സമയം പോകും. പിന്നെ അമിതമായ ടെൻഷൻ, ഇതെല്ലാം ഒരു ഹൃദയാഘാതത്തിന് കാരണമാകും. ശരിക്കും പറഞ്ഞാൽ ഈ ഹൃദയാഘാതം ഉണ്ടാകാനുള്ള കാരണങ്ങളൊക്കെ എന്തായിരിക്കും? നമസ്കാരം. ചാലക്കുടിയിൽ നമുക്ക് കാർഡിയാക്കിന് ഒരു എക്സ്ക്ലൂസീവ് കെയർ കിട്ടുന്ന ഒരു ക്ലിനിക് ഉണ്ട്, ലൈഫ് കെയർ ക്ലിനിക്. നമ്മുടെ സിത്താര നഗറിലാണ്. അപ്പോൾ അതിന് നേതൃത്വം നൽകുന്നത് നമ്മുടെ ഡോക്ടർ തോമസ് ജോൺ പാലിയിലാണ്. അദ്ദേഹത്തെ നമുക്ക് എന്തൊക്കെ സേവനങ്ങളാണ് ഇവിടെ നൽകുന്നത് എന്ന് നമുക്ക് ചോദിക്കാം. നമസ്കാരം സാർ. എന്തൊക്കെ സേവനങ്ങളാണ് നമ്മുടെ ഈ ലൈഫ് കെയർ ക്ലിനിക്കിൽ ലഭ്യമാകുന്നത്? പറഞ്ഞതുപോലെ ഇതൊരു എക്സ്ക്ലൂസീവ് കാർഡിയോളജി ക്ലിനിക്കാണ്. നമുക്കറിയാം, ചാലക്കുടി മേഖലയിൽ കാർഡിയോളജി സൗകര്യങ്ങൾ വളരെ അപര്യാപ്തമാണ്. അപ്പോൾ ഒരു ഫുൾ കാർഡിയാക് കെയർ കൊടുക്കുക എന്ന ഉദ്ദേശത്തിലാണ് ഈ ക്ലിനിക് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഒരു കോംപ്രഹെൻസീവ് കാർഡിയാക് എവാലുവേഷനുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. മെയിനായിട്ട് നമുക്ക് ഇവിടെ വരുന്ന കാർഡിയോളജി വരുന്ന ഇൻവെസ്റ്റിഗേഷൻസ്, അതായത് ഒരു ഇലക്ട്രോകാർഡിയോഗ്രാം, ECG, എക്കോകാർഡിയോഗ്രാം, ട്രെഡ്മിൽ ടെസ്റ്റ്, ഹോൾട്ടർ മുതലായവ, ബ്ലഡ് ടെസ്റ്റുകൾ, ഇതെല്ലാം ഒരുക്കിയിരിക്കുന്നു. അതുപോലെ എമർജൻസി ആയ ഒരു അറ്റാക്ക് നിർണ്ണയിക്കാനുള്ള ട്രോപ്പോണിൻ ടെസ്റ്റ്, ഇതുപോലെ എല്ലാ ബ്ലഡ് ടെസ്റ്റുകളും ട്രീറ്റ്മെന്റും ഫെസിലിറ്റീസും എല്ലാം ഇവിടെ അറേഞ്ച് ചെയ്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമുക്കിവിടെ ഇൻപേഷ്യൻസ് ഉണ്ടോ? നമ്മൾ ഇവിടെ എമർജൻസി ഐഡന്റിഫൈ ചെയ്യാനോ ട്രീറ്റ്മെന്റ് ഇനീഷ്യൽ ചെയ്യാനുള്ള ട്രീറ്റ്മെന്റ് ഫെസിലിറ്റീസ് ഉണ്ട്. നമ്മൾ ഫർദർ ട്രീറ്റ്മെന്റ്സ് എല്ലാം ഹോസ്പിറ്റലൈസേഷൻ വേണ്ട രോഗികൾക്ക് അവരെ CCMK ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ഫർദർ ഇൻവെസ്റ്റിഗേഷൻസും ട്രീറ്റ്മെന്റും ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കിപ്പോ പൊതുവെ നമ്മളെല്ലാവർക്കും ഹാർട്ട് അറ്റാക്ക് വരികയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്കും ശരിക്കും കാർഡിയാക് അറസ്റ്റും തമ്മിൽ എന്താണ് ശരിക്കും ഡിഫറൻസ് ഉള്ളത്? നമുക്കറിയാം, നമ്മുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ബ്ലഡ് പമ്പ് ചെയ്യുന്ന ഒരു മസ്കുലർ പമ്പാണ് ഹാർട്ട്. ഈ ഹാർട്ടിന്റെ പ്രവർത്തനത്തിന് അതിലേക്ക് ഓക്സിജനും ന്യൂട്രിയൻസും ആവശ്യമായി വരും. ഇത് സപ്ലൈ ചെയ്യുന്ന രക്തക്കുഴലുകളാണ് ഹൃദയധമനികൾ അഥവാ കൊറോണറി ആർട്ടറീസ്. ഈ കൊറോണറി ആർട്ടറീസിൽ കൊളസ്ട്രോൾ എല്ലാം ഡെപ്പോസിറ്റ് ചെയ്ത് വരുന്ന തടസ്സത്തിനെയാണ് നമ്മൾ ഹൃദയാഘാതം അഥവാ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ മയോകാർഡിയൽ ഇൻഫാക്ഷൻ. ഇതെല്ലാം ഒരു വേർഡ് തന്നെയാണ്, സാധാരണക്കാരുടെ ഭാഷയിൽ പറഞ്ഞ ഹൃദയാഘാതം. ഇനി ഹൃദയസ്തംഭനം എന്ന് പറഞ്ഞാൽ ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന വ്യക്തിക്ക്, ഹൃദയാഘാതം വന്ന വ്യക്തിക്ക് താളഭംഗം അല്ലെങ്കിൽ ഹാർട്ടിന്റെ ഇടിപ്പ് വ്യത്യാസങ്ങൾ വന്ന് ഹാർട്ട് നിന്നു പോകുന്നതിനെയാണ്, സ്റ്റോപ്പായി പോകുന്നതിനെയാണ് ഹൃദയസ്തംഭനം. ഹൃദയസ്തംഭനം ആള് ഹാർട്ട് നിന്നു പോണ അവസ്ഥയിലാണ് കാർഡിയാക് അറസ്റ്റ് എന്ന് പറയുന്നത്. ഹൃദയസ്തംഭനത്തിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാരണം ഹൃദയാഘാതമാണ്. മറ്റു പല കാരണങ്ങൾ കൊണ്ടും ഹൃദയസ്തംഭനം വരാം, കാർഡിയാക് അറസ്റ്റ് വരാം. ഇപ്പൊ വേറെ ഒരു പോയിസണിങ്ങോ അല്ലെങ്കിൽ ഒരു വലിയ ന്യൂമോണിയോ അല്ലെങ്കിൽ വേറെ ഒരു അങ്ങനെ മാരകമായ പല അസുഖങ്ങൾ കാരണം ഹാർട്ട് നിന്ന് പോവാം. പക്ഷെ അതിനെല്ലാം ഹൃദയാഘാതം കാരണമെന്നില്ല. പക്ഷെ ഹൃദയാഘാതത്തിന്റെ ഏറ്റവും പേടിക്കേണ്ട ഒരു കോംപ്ലിക്കേഷൻ ആണ് കാർഡിയാക് അറസ്റ്റ്. ശരിക്കും പറഞ്ഞാൽ ഈ ഹൃദയാഘാതം ഉണ്ടാകാനുള്ള കാരണങ്ങളൊക്കെ എന്തായിരിക്കും? ബേസിക് കാരണങ്ങൾ. ഇപ്പൊ പണ്ട് കാലങ്ങളിൽ ആക്ച്വലി ഇപ്പോ ഒരു 70-80 ഇയേഴ്സിന് മുകളിലുള്ള ആൾക്കാരായിരുന്നു കൂടുതലായിട്ട് ഹൃദയാഘാതം കണ്ടുവരുന്നത്. അതേസമയം ഇപ്പൊ നമ്മുടെ മാറി വരുന്ന ജീവിതശൈലി രോഗങ്ങൾ കാരണം ഇപ്പോൾ 40 വയസ്സുകാരും 50 വയസ്സുകാരും 30 വയസ്സുകാരും ധാരാളമായിട്ട് ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോ ജീവിതശൈലി അസുഖങ്ങളാണ് ഹൃദയാഘാതം എന്നുള്ള കാരണങ്ങൾ. ഇപ്പൊ നമ്മുടെ മാറി വരുന്ന ഭക്ഷണ രീതികൾ, നമ്മുടെ എക്സസൈസ് ഇല്ലായ്മ, കൂടുതൽ ആൾക്കാരും മൊബൈലും TV ആയിട്ട് അഡിക്റ്റഡ് ആണ്. അപ്പോൾ ഈ മാറി വരുന്ന നമ്മൾ എക്സസൈസ് വളരെ കുറവാണ്, ലാക്ക് ഓഫ് എക്സസൈസ്, അത് വലിയൊരു ഫാക്ടറാണ്. പിന്നെ അമിതമായ ടെൻഷൻ, ഇതെല്ലാം ഒരു ഹൃദയാഘാതത്തിന് കാരണമാകും. ഇപ്പോഴത്തെ ഒരു ജോലികളുടെ സ്റ്റൈല്, ലൈഫ് സ്റ്റൈൽ ഡിസീസ് കാരണം ഓൾമോസ്റ്റ് 8 hours എല്ലാം കമ്പ്യൂട്ടറിന്റെ മുമ്പിലും മീഡിയയുടെ മുമ്പിലും ഹുക്ക് ചെയ്തിരിക്കുന്ന ആൾക്കാരാകുമ്പോൾ അസുഖങ്ങൾ വരാനുള്ള ചാൻസ് കുറവാണ്. ഡെയിലി ഒരു 1/2 hour to 1 hour എക്സസൈസ് ചെയ്യാന്നുള്ള കൺസെപ്റ്റ് ഇപ്പോൾ ആർക്കും ഇല്ല, വളരെ കുറവാണ്. അപ്പോൾ അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ശരിക്കും ഈ ഒരു ലക്ഷണങ്ങൾ എന്തായിരിക്കും ഹാർട്ട് അറ്റാക്ക്? എനിക്കിപ്പോൾ ഒരു ഹാർട്ട് അറ്റാക്ക് വരാൻ സാധ്യതയുണ്ട്, എനിക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും സാധ്യത ഉണ്ടോ എന്നുള്ളത്? ഈ ഹൃദയാഘാതത്തിന്റെ ലക്ഷണങ്ങൾ പലതാണ്. ഇപ്പൊ നെഞ്ചിന്റെ നടുഭാഗത്ത് വരുന്ന അതിശക്തിയായ സമ്മർദ്ദം അഥവാ ഹെവിനെസ്, ഇല്ലെങ്കിൽ വേദന, എരിച്ചിൽ,
ഇതെല്ലാം ഒരു ഹൃദയാഘാതത്തിന്റെ ലക്ഷണങ്ങളാവാം ശക്തിയായിട്ട് വരുന്നത്. പിന്നെ നമ്മുടെ ഹാർട്ടിന്റെ ഞരമ്പുകൾ ഉള്ളത് കൈയിലേക്കും ഷോൾഡർ ഭാഗങ്ങളിലേക്കാണ്. അപ്പോൾ കൈയിലേക്കും ഷോൾഡറിലേക്കും ഒക്കെ പടരുന്ന വേദനകൾ, ചിലർക്ക് ഷോൾഡർ പെയിൻ ആവാം. ഈ വേദനകളെല്ലാം ഒരു ഹാർട്ടിന്റെ ഹൃദയാഘാതത്തിന്റെ ലക്ഷണങ്ങളാവാം. ഇത് നടക്കുമ്പോൾ തോന്നണതായിരിക്കും, അത് നമ്മൾ ആൻജൈന എന്ന് പറയും. നടക്കുമ്പോൾ വരുന്ന പെയിനെയാണ്, ചെസ്റ്റ് പെയിനെയാണ് ആൻജൈന എന്ന് പറയുന്നത്, എഫേർട്ട് ആൻജൈന എന്ന് പറയും. അത് നിന്ന് കഴിയുമ്പോൾ കുറയും, നടക്കുമ്പോൾ വീണ്ടും വരും. അപ്പൊ അങ്ങനെയുള്ള വ്യക്തിക്ക് ഹൃദയാഘാതം വരാനുള്ള ചാൻസ് ഉണ്ട്. അയാൾക്ക് ബ്ലോക്കുകൾ ഉണ്ട്, അതായത് രക്തക്കൊഴൽ ചുരുങ്ങി അതിലൂടെയുള്ള രക്തസഞ്ചാരം കുറഞ്ഞിരിക്കുന്നു. 50% ആ ഡയമീറ്റർ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിക്കും നടക്കുമ്പോൾ പെയിൻ വരാം. അപ്പൊ അങ്ങനെയുള്ള ലക്ഷണങ്ങൾ ആദ്യം ഉണ്ടാവാം. പലരും അത് ഇഗ്നോർ ചെയ്യും. സഡനായി ഒരു പെട്ടെന്നൊരു രക്തക്കൊഴൽ അടഞ്ഞു പോകുമ്പോഴാണ് ഹൃദയാഘാതം ഉണ്ടാവുന്നത്. ആ 90%, 100% ഒക്കെ ആവാം. ഉള്ളിലെ കൊളസ്ട്രോൾ പ്ലാക്കുകൾ പൊട്ടി സഡനായിട്ട് രക്തക്കൊഴൽ അടയും. അപ്പോ ഹൃദയാഘാതമാവും. ഈ ഹൃദയാഘാതത്തിന്റെ ലക്ഷണങ്ങളാണ് അതിശക്തിയായ വേദന, വേർക്കുക, പിന്നെ കൈയിലേക്കും ഷോൾഡറിലേക്കും വേദനകള്. അത് അങ്ങനെയുണ്ടെങ്കിൽ ഉടനെ തന്നെ ഡോക്ടറെ ചികിത്സയ്ക്കായിട്ട് പോകണം. അപ്പൊ നമ്മള് ലേറ്റ് ആക്കരുത്. കാരണം പിന്നെ പുലർച്ചെ ആവട്ടെ രാവിലെ ആവട്ടെ പോവാം. പലപ്പോഴും ഉണ്ടാവുന്ന അങ്ങനെയാണ്. ഇത് ഗ്യാസിന്റെ ആവും, നമുക്ക് ഗ്യാസിന്റെ മരുന്ന് കഴിക്കാം. പല വേദനകളും ഈ സാറ് പറഞ്ഞ കറക്റ്റാ. പലപ്പോഴും നമ്മൾ ഗ്യാസ് ആണ് പൊതുവെ ഹാർട്ട് അറ്റാക്കിലേക്ക് മാറില്ലേ. പൊതുവെ നമ്മളെല്ലാരും ഹാർട്ടിന്റെ അസുഖങ്ങൾ എന്ന് പറയുമ്പോൾ അതെല്ലാം ഇഗ്നോർ ചെയ്ത് ഇത് ഗ്യാസിന്റെ ആവാനാണ് ചാൻസ് എന്ന് പറഞ്ഞത്. ഞങ്ങൾ കണ്ടുവരുന്ന 90% പേരും ഹോസ്പിറ്റലിൽ വരുമ്പോൾ പറയുന്നത് ഗ്യാസിന്റെ ആണ്, അസിഡിറ്റി ആണെന്ന് പറയുന്നത്. പക്ഷെ ഇത് പലപ്പോഴും ഇഗ്നോർ ചെയ്യുമ്പോൾ നമുക്ക് വിലപ്പെട്ട സമയം പോകും. ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ ടൈം ഈസ് മസിൽ എന്നാണ്. അപ്പൊ നമ്മൾ ലേറ്റ് ആക്കും തോറും ഹാർട്ടിന്റെ മസിൽസ് ഡാമേജ് ആവും. ഒരു 3 hours എന്നുള്ള ഒരു ഗോൾഡൻ പീരീഡ് ഉണ്ട്. ആ പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മസിൽസ് ഡാമേജ് ആവും. പിന്നെ ഫ്യൂച്ചറിൽ നമുക്ക് ഹാർട്ട് ഫെയിലിയർ അങ്ങനത്തെ കോംപ്ലിക്കേഷൻസ് ധാരാളം വരും. അപ്പൊ ആ ട്രീറ്റ്മെന്റ് ഡിലേ ഉണ്ടാവരുത്. ഇങ്ങനത്തെ ലക്ഷണങ്ങൾ. പിന്നെ അപൂർവമായിട്ട് ചിലവർക്ക് ശ്വാസം മുട്ടല്, കിതപ്പ്, തലകറക്കം, ക്ഷീണം അതൊക്കെ വരാം. അപ്പൊ അതൊരു ഡോക്ടറെ കണ്ട് എത്രയും നേരത്തെ കണ്ട് ക്ലാരിറ്റി വരുന്നതാണ് നല്ലത്. നമുക്ക് എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് ചെയ്യാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ? ഇങ്ങനെ വല്ലതും തോന്നി, അങ്ങനെ സാധ്യതകൾ നമുക്ക് തോന്നി കഴിഞ്ഞാൽ ഇപ്പൊ നെഞ്ചുവേദനയോ നെഞ്ചില് ഭാരമോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ലക്ഷണങ്ങളായിട്ട് സജസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഇപ്പൊ നമുക്ക് അതിനുള്ള പല അസുഖം നിർണ്ണയിക്കാനുള്ള പല പല മാർഗങ്ങളുണ്ട്. അതൊരു പക്ഷേ ECG ആവാം, ചിലപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ആവാം. ട്രോപ്പോണിൻ എന്ന് പറഞ്ഞ ട്രോപ്പോണിൻ ഐ എന്ന് പറഞ്ഞൊരു ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്. അത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ടെസ്റ്റ് ആണ്. അതൊരു നെഞ്ചുവേദന വന്നൊരു വ്യക്തിക്ക് ഒരു 4 മണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്കും ആ ബ്ലഡ് ടെസ്റ്റിൽ കൂടാൻ തുടങ്ങും. അപ്പോൾ ECG നോർമൽ ആണെങ്കിലും ആ ബ്ലഡ് ടെസ്റ്റിൽ കൂടുക. അപ്പോൾ ഇങ്ങനത്തെ ടെസ്റ്റുകൾ വഴി നമുക്ക് കണ്ടുപിടിക്കാം. പിന്നെ ഫർദർ ക്ലാരിറ്റിക്കാണ് നമ്മൾ എക്കോകാർഡിയോഗ്രാം അങ്ങനത്തെ ടെസ്റ്റുകളൊക്കെ ചെയ്യുന്നത്. ഈ ഇത് പറഞ്ഞ എക്കോകാർഡിയോഗ്രാം, കാർഡിയാക് കാത്തറൈസേഷൻ, ഇതൊക്കെ എന്താണ് അതിന്റെ ഒരു ഡിഫറൻസസ്? എന്താ എങ്ങനെയാണ്? ഓക്കെ, ഈ ഇപ്പൊ ഒരു ഹൃദ്രോഗം നിർണയിച്ച, അതായത് ഒരു അറ്റാക്ക് എന്ന് വന്ന വ്യക്തിക്ക് നമ്മൾ ഇമ്മീഡിയറ്റ്ലി കൊടുക്കുന്നത് ഈ ബ്ലഡ് ഡിസോൾവ് ചെയ്യാനുള്ള മെഡിസിൻസ് ആണ്. അത് ആസ്പിരിൻ, ക്ലോപ്പിഡോഗ്രൽ ഇങ്ങനത്തെ മെഡിസിൻസ് ആണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിന് ശേഷം ഈ ഉണ്ടായ ആ ബ്ലോക്ക് മാറാൻ വേണ്ടിയുള്ള ട്രീറ്റ്മെന്റിനെയാണ് നമ്മൾ കാർഡിയക് കാത്തറൈസേഷൻ അഥവാ ആൻജിയോഗ്രാം എന്ന് പറയുന്നത്. 2 വിധത്തിൽ ഈ ബ്ലോക്ക് മാറ്റാവുന്നതാണ്. ഒന്നെങ്കിൽ മെഡിസിൻ കൊടുക്കാം, ഈ രക്തക്കട്ട അലിച്ചു കളയാനുള്ള മെഡിസിൻ കൊടുക്കാം. സാധ്യമാണോ? ഇപ്പോഴും നമ്മൾ ഇപ്പോ എല്ലാവരെ കൊണ്ടും ഇത് സാധിക്കണം എന്നില്ല. ചില കേസുകളിൽ ആൻജിയോപ്ലാസ്റ്റി അല്ലെങ്കിൽ ആൻജിയോഗ്രാം സാധിക്കാതെ വരുന്ന കേസുകളുണ്ടാവും. ഇപ്പൊ രക്തക്കട്ട അലിയിച്ച് കളയാനുള്ള കോസ്റ്റ്ലി. ഇപ്പൊ രക്തക്കട്ട അലിയിച്ച് കളയാൻ വേണ്ടി ഉള്ള ട്രീറ്റ്മെന്റ് എഫക്ട് കുറവാണ്. ഒരു 30% ആണ് നോർമൽ ആയിട്ടുള്ള ഒരു സക്സസ് കിട്ടുള്ളൂ. അതേസമയം നമ്മളൊരു സക്സസ്ഫുൾ ആൻജിയോപ്ലാസ്റ്റി എന്ന് പറഞ്ഞ ഒരു 95% മുകളിൽ സക്സസ് കിട്ടും. നമുക്കൊരു ബ്ലോക്ക് ഉണ്ടെന്ന് നമുക്ക് എങ്ങനെ കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും? ഈ കിതപ്പാണോ? ഇത് ഫസ്റ്റ് ഒരു ബ്ലോക്കിന്റെ ആരംഭം ഉണ്ടെങ്കിൽ ആ വ്യക്തി ലക്ഷണങ്ങൾ കാണിക്കാം. അപ്പൊ ഒരു നല്ലൊരു ഡോക്ടറെ കണ്ട് അതിന്റെ ലക്ഷണങ്ങൾ കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ഫർദർ ടെസ്റ്റുകൾ ചെയ്ത് അസുഖം കൺഫേം ചെയ്യാൻ പറ്റും. എന്തായിരിക്കും സാധാരണ ലക്ഷണങ്ങൾ? എന്തായിരിക്കും? നടക്കുമ്പോൾ ഉള്ള കിതപ്പ്, നടക്കുമ്പോൾ ഉള്ള നെഞ്ചിനുള്ള ഭാരം, അത് റെസ്റ്റ് ചെയ്യുമ്പോൾ കുറയുന്നു, അല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോൾ ശക്തിയായ വേദനയും സ്വെറ്റിങ്ങും വരുന്നു, അതൊക്കെ ലക്ഷണങ്ങളാവാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിക്കാണ് നമ്മൾ ഒരു ട്രെഡ്മിൽ ടെസ്റ്റ് വഴി അതൊരു വ്യക്തിനെ നമ്മൾ ഇതേ ഒരു സിറ്റുവേഷൻ സ്റ്റിമുലേറ്റ് ചെയ്യാൻ നോക്കും. അതായത് എക്സസൈസ് ചെയ്ത് അവരെ ECG മോണിറ്റർ ചെയ്ത് ഗ്രേഡഡ് ആയിട്ട് ഞങ്ങൾ നോക്കും. അല്ലാതെ ഒരിക്കലും ഒരു ഹൃദ്രോഗമുണ്ടെന്ന് സംശയിക്കുന്ന വ്യക്തി ഒരിക്കലും ഒരു ജിംനേഷ്യത്തിൽ പോവുക. ഇത് ഞാൻ പല പ്രാവശ്യം കണ്ടിട്ടുള്ളതാണ്. ഈ അസുഖങ്ങളിലെ ലക്ഷണങ്ങൾ കാണുമ്പോൾ പലരും അത് എക്സസൈസ് ചെയ്ത് ക്ലിയർ ചെയ്യാം എന്നുള്ള രീതിയിൽ ഇപ്പൊ എന്റെ തന്നെ പല അനുഭവങ്ങളുണ്ട്. ആക്ച്വലി ജിംനേഷ്യത്തിൽ പോകുന്നു, എക്സസൈസ് ചെയ്യുന്നു, അത് കഴിഞ്ഞ് നമ്മള് എന്തെങ്കിലും പ്രോബ്ലം വന്നു കഴിയുമ്പോഴാണ് അത് അറിയുന്നത്. ഇപ്പൊ റീസെന്റ് എനിക്കൊരു പേഷ്യന്റ് ഉണ്ടായി, നമ്മൾ പരിചയമുള്ള പേഷ്യന്റ് ആണ്.
ആള് കുറെ മെഡിസിൻസ് കഴിക്കണ്ടായിരുന്നു. അപ്പൊ അതൊന്നും ആരോടും പറഞ്ഞിട്ടില്ല. അപ്പൊ ഇത് കഴിഞ്ഞ് വ്യക്തി ജിംനേഷ്യത്തില് കുഴഞ്ഞ് മരിക്കുകയാണ് ചെയ്തത്. അപ്പൊ അത് കഴിയുമ്പോഴാണ് നമ്മൾ ഇവരെടുക്കുമ്പോഴാണ് 7-8 മെഡിസിൻ കഴിക്കുന്ന വ്യക്തിയാണെന്ന് അറിയുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഒരു സിംറ്റം വരുമ്പോ എപ്പോഴും ഒരു കാർഡിയോളജിസ്റ്റിനെ കണ്ട് നമ്മുടെ ഹാർട്ട് ഓക്കെ ആണെന്ന് നമ്മൾ കൺഫേം ചെയ്യണം. അതൊരു ട്രെഡ്മിൽ വഴിയേ നമുക്ക് സാധിക്കുള്ളൂ. ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്ക് ചെലവ് കുറഞ്ഞ രീതിയിൽ ചെയ്യാവുന്ന ഒരു ടെസ്റ്റ് ട്രെഡ്മിൽ ടെസ്റ്റ് ആണ്. അത് പറഞ്ഞപ്പോൾ ഈ എക്കോ നമ്മളിപ്പോ ECG നോക്കി അതിൽ പ്രശ്നമൊന്നുമില്ല. പിന്നെ അടുത്തൊരു ടെസ്റ്റിൽ നമുക്ക് എന്തെങ്കിലും ഒരു പെയിൻ ഉണ്ട്, പക്ഷെ നമ്മളപ്പോ എക്കോയിലില്ല, ഇതിലില്ല, ECG-ലില്ല. പിന്നെ നമ്മൾ അടുത്ത് എങ്ങനെയാണ് ഏറ്റവും കൂടുതൽ സെൻസിറ്റീവ് ആയിട്ടുള്ള ട്രോപ്പോണിൻ ടെസ്റ്റ് ആണ്. നമുക്ക് വളരെ മൈന്യൂട്ട് ഫ്രാക്ഷനിൽ റൈസ് ചെയ്താലും അത് അറ്റാക്കിൻ്റെതായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ടെസ്റ്റും കൂടിയാണ്. അപ്പൊ കാർഡിയാക്ക് അറ്റാക്കിന്റെ സിറ്റുവേഷൻസിൽ മാത്രമാണ് ട്രോപ്പോണിൻ റൈസ് ചെയ്യുള്ളൂ. അപ്പൊ അതൊരു വലിയ ടെസ്റ്റാണ്. അതിന്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ ചെസ്റ്റ് പെയിൻ വന്ന് ഇമ്മീഡിയറ്റ്ലി അതിനെ ചെയ്ത് കഴിഞ്ഞാൽ നെഗറ്റീവ് ആവും. അതായത് അറ്റാക്ക് വന്ന വ്യക്തിയുടെ ബ്ലഡിൽ ഈ കാർഡിയാക്ക് എൻസൈംസ് ബ്ലഡിൽ വന്നാൽ മാത്രമാണ് ഈ ട്രോപ്പോണിൻ റൈസ് ചെയ്യുള്ളൂ. അത് 4 hours എങ്കിലും മിനിമം എടുക്കും, 3 to 4 hours. അപ്പൊ നമ്മൾ നേരത്തെ ട്രോപ്പോണിൻ ചെയ്ത് കഴിഞ്ഞാൽ ബ്ലഡ് ടെസ്റ്റ് നെഗറ്റീവ് ആവും, സേഫ് ആന്ന് പറഞ്ഞ് വീട്ടിൽ വിട്ട് കഴിഞ്ഞാൽ പ്രോബ്ലം ഉണ്ടാവും. അപ്പൊ ആ പേഷ്യൻസിനാണ് നമ്മൾ അഡ്മിഷനോ അല്ലെങ്കിൽ മോണിറ്ററിംഗ് വേണ്ടി അഡ്മിറ്റ് ആവാൻ പറയുന്നത്. കാരണം ആ പീരീഡിൽ പേഷ്യന്റ് അറ്റ് റിസ്ക് ആണ്. ഹൃദയസ്തംഭനം കാർഡിയക് അറസ്റ്റ് വരാം. ആ സമയത്ത് നമ്മൾ അഡ്മിറ്റ് ചെയ്ത് ഒബ്സർവ് ചെയ്തില്ലെങ്കിൽ വീട്ടിൽ വെച്ച് അത് ചെയ്യാൻ പറ്റില്ല. അതാണ് എപ്പോഴും മിസ് ആവണേ. അപ്പൊ ഡോക്ടറെ മിസ് ചെയ്ത് ഞങ്ങളെ വിട്ടുവന്നായിരിക്കും. അതാണ് ഞങ്ങൾ അഡ്മിറ്റ് ആവാൻ പറയണേ. കാരണം ECG അല്ല, ECG-യിൽ നമുക്ക് 50% ആൾക്കാരെ മാത്രമേ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഫസ്റ്റ് ECG നോർമൽ ആയിരിക്കും, സെക്കൻഡ് ECG ചിലപ്പോൾ പ്രോബ്ലം കാണിക്കും. ECG റൈസ് ചെയ്യാൻ ഒരു ടൈം ഉണ്ട്, അതുപോലെ ട്രോപ്പോണിൻ റൈസ് ചെയ്യാൻ ഒരു ടൈം ഉണ്ട്. പക്ഷെ അതിന് മുമ്പും എക്കോ ചേഞ്ചസ് കാണിക്കാം, പക്ഷേ കിട്ടണമെന്നില്ല. ഇത് എല്ലാത്തിനും ഓരോണ്ട്. നമ്മൾ മെഡിസിനിൽ എപ്പോഴും 1+1 is not equal to 2. 1+1 can be anything. അങ്ങനെയാണ് ഞങ്ങളുടെ പഠിച്ചിരിക്കുന്നത്. ഇറ്റ് ക്യാൻ ബി എനിത്തിങ്. ഇപ്പൊ എല്ലാ ചെസ്റ്റ് പെയിനും കാർഡിയക് പെയിൻ അറ്റാക്ക് അല്ല. ചില പെയിനുകൾ ചിലപ്പോ ഗ്യാസ്ട്രൈറ്റിസ് ആയിരിക്കാം, അല്ല പക്ഷെ വേറെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചെസ്റ്റ് പെയിനും ഉണ്ട്. ഡിസെക്ഷൻ എന്ന് പറഞ്ഞ് വളരെ സിവിയർ ആയിട്ട് ചെസ്റ്റ് പെയിൻ വരുന്നുണ്ട്, അറ്റാക്ക് ആവില്ല. അപ്പൊ നമ്മൾ അതിനെ അറ്റാക്കിനെ ട്രീറ്റ് ചെയ്തോണ്ടിരിക്കാൻ കാര്യമില്ല. അത് പറഞ്ഞു ഷുഗർ കൂടി കഴിഞ്ഞാൽ ലെവൽ കൂടി നിൽക്കണമെങ്കിൽ പെയിൻ ഇല്ല എന്ന് പറയാം. അതായത് വളരെ പ്രായമുള്ള വ്യക്തികളിലും ഡയബറ്റിക് പേഷ്യൻസ്, പ്രമേഹ രോഗികളിലും ചെസ്റ്റ് പെയിന്റെ കാഠിന്യം അത്ര അനുഭവപ്പെടണമെന്നില്ല. നല്ല അത്ലറ്റിക് ആയിട്ടുള്ള ആൾക്കാർ ചിലപ്പോൾ അനുഭവപ്പെടണമെന്നില്ല. പലപ്പോഴും OP-യിൽ നടന്നു വരുന്ന ആൾക്കാരുണ്ട്. ഞങ്ങൾ പല സിറ്റുവേഷനിലും വന്ന് OP-യിൽ വന്ന് കണ്ട് ECG എടുക്കുമ്പോഴാണ് അറ്റാക്ക് ആണെന്ന് വന്ന് എമർജൻസി ആയിട്ട് നമ്മൾ അവരെ ചെയ്യേണ്ടത് വന്നത്. അപ്പൊ നമ്മുടെ വിലപ്പെട്ട സമയം പോവുകയാണ്. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഒരിക്കലും ഡോക്ടറെ കാണാൻ വെയിറ്റ് ചെയ്യാതെ ഒരു എമർജൻസി ട്രീറ്റ്മെന്റിന് പോകണമാണ് എപ്പോഴും നല്ലത്. ഡയഗ്നോസ് ചെയ്യാൻ ഡിലേ വരുത്തരുത്. ഡോക്ടറെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത് അതിന് വേണ്ടിയിട്ട്. അപ്പൊ നമ്മുടെ എമർജൻസി സിറ്റുവേഷൻ ഞങ്ങൾ അതിന് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ഏത് എമർജൻസി ഉണ്ടെങ്കിലും നമ്മൾ അഡ്മിഷൻ ചെയ്ത് ട്രീറ്റ്മെന്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ അതാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. കുറെ വിലപ്പെട്ട ഉപദേശങ്ങളാണ് സാറിന് കിട്ടിയത്. നമുക്ക് എന്തായാലും ഇപ്പൊ നമ്മുടെ ഇവിടുത്തെ ക്ലിനിക്കിന്റെ ടൈമിംഗ് എങ്ങനെയാണ്? നമ്മൾ ഈ ക്ലിനിക്ക് രാവിലെ മോർണിംഗ് 7:30 to ഈവനിങ് 7:30 വരെയാണ് അതിന്റെ വർക്കിംഗ് ടൈം. പിന്നെ OP ടൈമിങ്സ് ഉണ്ട്, മോർണിംഗ് ആൻഡ് ഈവനിങ് ഉണ്ട്. അപ്പൊ അതനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. എന്റെ കൂടെയുള്ള ഡോക്ടർ ബെർണാഡ് ഉണ്ട്, എല്ലാവരും ഉണ്ട്, ഞങ്ങളെല്ലാവരും. ഓക്കെ. അപ്പൊ എന്തായാലും ചാലക്കുടിയിൽ കാർഡിയോളജിയിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫാണ് ഞങ്ങളുടെ എല്ലാവരും. അപ്പൊ എല്ലാവരും ട്രെയിൻഡ് ആണ്, ടെക്നീഷ്യൻസും എല്ലാം, എവറിഥിങ്. അപ്പോൾ ഞങ്ങള് 10-15 വർഷമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരാണ്, കാർഡിയോളജി ഫീൽഡിലുള്ളതാണ്. അപ്പൊ ചാലക്കുടിയുടെ എല്ലാ പൾസും അറിയുന്നവരാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ചാലക്കുടീനെ ഇവിടെ ഒരു ക്ലിനിക്ക് തുടങ്ങാനുള്ള കാരണം. ഇത് പറഞ്ഞപ്പോ ഇവർ ഈ ഭക്ഷണ ക്രമീകരണങ്ങളും കൂടി നന്നായിട്ട് ശ്രദ്ധിക്കണോ ശരിക്കും? വളരെ. അതെനിക്ക് ഞാനൊരു പ്രിവെന്റീവ് കാർഡിയോളജിയും കൂടെ താല്പര്യമുള്ള വ്യക്തിയാണ്. എന്ന് വെച്ചാൽ അസുഖം വന്ന് ട്രീറ്റ് ചെയ്യുന്നത് വലിയ കാര്യം തന്നെ. നമ്മൾ കുറെ സർജറീസ് ചെയ്തു, കുറെ ബൈപ്പാസ് ചെയ്തു, വലിയ വലിയ പ്രൊസീജിയേഴ്സ് ചെയ്തു, അതില് കാര്യമില്ല. കാരണം ഈ അസുഖം വരാണ്ട് പ്രിവെന്റ് ചെയ്യണത് ആരും നോക്കണില്ല. അതാണ് അതിന്റെ ഒരു. അപ്പൊ പ്രിവെന്റീവ് കാർഡിയോളജിയുടെ ഇമ്പോർട്ടൻസ് അതാണ്. ഒരു കറക്റ്റ് ഡയറ്റ് എങ്ങനെയാണ് ഒരു മനുഷ്യൻ കഴിക്കേണ്ടത്, എന്തൊക്കെ ഡയറ്റുകൾ കഴിക്കാം. ഇപ്പൊ നമുക്ക് ഈ കൂടി വരുന്ന അസുഖങ്ങൾ, അതായത് ചെറിയൊരു ചെറുപ്പക്കാരൊക്കെ അതുപോലെ ഈ 25-30 ഇയേഴ്സിലൊക്കെ പലരും നമുക്ക് അറ്റാക്ക് വരുന്ന ട്രീറ്റ് ചെയ്യുമ്പോൾ വളരെ സങ്കടം തോന്നും. കാരണം വരുന്നത് കൈക്കുഞ്ഞുങ്ങളായിട്ടുള്ള ബൈസ്റ്റാൻഡേഴ്സ് ഒക്കെയാണ് വരുന്നത്. അപ്പോൾ അത് ഭയങ്കര കഷ്ടം തോന്നും. മാരേജ് ചെയ്യാത്ത കുറെ പേര് എന്റെ പേഷ്യൻസ് ആയിട്ട് ഇപ്പോൾ കണ്ടമാനം പേരുണ്ട്. കാരണം ഇപ്പോൾ അൺമാരീഡ് ആയിട്ടുള്ള ആൾക്കാരും കൂടുന്നു, മാരേജ് ചെയ്യാത്ത ആൻജിയോപ്ലാസ്റ്റികളും കൂടുന്നു അറ്റാക്ക് ചെയ്ത്. അപ്പൊ ഒരു വലിയ ചോദ്യചിഹ്നമാണ്. കാരണം ഫ്യൂച്ചർ ഉണ്ടല്ലോ അവരുടെ. ഈ നമ്മുടെ ഇന്ത്യയിലാണോ അതോ മറ്റു രാജ്യങ്ങളിലാണോ ഈ ഒരു ഇത് റേറ്റ് കൂടുതൽ? നമ്മൾ ഇന്ത്യക്കാർക്ക് അറ്റാക്ക് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നമ്മുടെ ജീവിതശൈലി മാറിയോണ്ട് ഇന്ത്യ ഇപ്പോൾ ആക്ച്വലി ഡയബറ്റീസ് ക്യാപിറ്റലും കേരളമാണ് ഇതിന്റെ ഏറ്റവും സെന്റർ. കേരളത്തിലെ ജീവിതശൈലി രോഗങ്ങൾ വളരെയധികം കൂടുതലാണ്.
നമ്മുടെ ലാക്ക് ഓഫ് എക്സസൈസ്. കേരളം ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് ആണ്. അതെ. അപ്പൊ ഇതില് പല പ്രശ്നങ്ങളും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഒരു എക്സ്ക്ലൂസീവ് ആയിട്ട് ഒരു ഡയറ്റിനെ കുറിച്ചിട്ട് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡയറ്ററി സർവീസും, അതായത് ഡയറ്റീഷ്യൻ അഡ്വൈസും അതും ചെയ്യാനുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. നമ്മളൊരു ഡയറ്റീഷ്യനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ ഒരു ഈ ഫുഡ് ഞങ്ങൾ ആക്ച്വലി ഞങ്ങളുടെ ഒരു ഇതാണ്, ഒരു സ്പെഷ്യലൈസ് ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു കഫേയും ഒരു ഓർഗാനിക് ഫുഡിന്റെ ഔട്ട്ലെറ്റും സ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. സാറിന് അതിന്റെ ഒരു എനിക്ക് കുറച്ച് താല്പര്യമുള്ളതുകൊണ്ട് നമുക്ക് വേറെ എപ്പിസോഡ് ചെയ്യാം. എന്നാൽ പിന്നെ ഇപ്പോഴത്തെ ഒരു കാലത്ത് കണ്ടുവരുന്ന ഒരു സംഭവം, നമ്മൾ ആഫ്റ്റർ കോവിഡ് എല്ലാം തളർന്ന് ആൾക്കാർ കുഴഞ്ഞു വീണ് മരിക്കുന്ന ഒരു പ്രശ്നം, അത് ഇത് കണക്റ്റഡ് ആണോ? ഒരു പരിധി വരെ ഉണ്ട്. നമ്മൾ കൊറോണയില് കുറച്ച് കാർഡിയാക് പ്രോബ്ലംസ് പറയുന്നുണ്ട്. വാക്സിനേഷൻ പലരും ചോദിക്കാറുണ്ട്, വാക്സിനേഷൻ എടുത്തു അതിന്റെ കോംപ്ലിക്കേഷൻ ആണോ, കൊറോണ വന്നിരുന്നു അതിന്റെ കോംപ്ലിക്കേഷൻ ആണോ? ഡയറക്റ്റ് ഇംപ്ലിക്കേറ്റ് ചെയ്യാനുള്ള എവിഡൻസ് ഇല്ല, പക്ഷെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. കെയർഫുൾ ആയിട്ട് ഇരുന്നാൽ മതി. അതിപ്പോ കൊറോണ മാത്രമല്ലല്ലോ, കൊറോണയുടെ റിലേറ്റഡ് സ്ട്രെസ്സും വരാം. സാമ്പത്തിക പ്രശ്നങ്ങൾ, പലർക്കും സാമ്പത്തിക പ്രശ്നങ്ങൾ വരുമ്പോൾ സ്ട്രെസ് ലെവല് കൂടുതലാണ്. അപ്പൊ അതും കാർഡിയാക് അങ്ങനെ ആരും ഒരു പഠനം നടത്തിയിട്ടില്ലല്ലോ. ഈ ഒരു ഇതിന് ശേഷം ബ്ലഡ് കുറച്ചുകൂടി കട്ടിയുള്ള ബ്ലഡായി മാറിയ ഒരു ബ്ലഡ് ഡാർക്കിഷായി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറെ കഥകൾ കേൾക്കുന്നുണ്ട്. അപ്പൊ അതിനെ പറ്റി അതിൽ ഞങ്ങൾ അത്ര കൺഫേം ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. എന്നിരുന്നാൽ തന്നെ നമുക്ക് ഒരു ട്രീറ്റ്മെന്റ് വൈസും മാറ്റം വരുന്നില്ല. കൊറോണ ഇതാണോ നമുക്ക് ട്രീറ്റ്മെന്റിൽ വ്യത്യാസം വരുന്നില്ല. എന്തായാലും പൊതുവെ ജീവിതശൈലി രോഗങ്ങൾ കൂടുതലാണ്, ഹാർട്ട് ഡിസീസ് കൂടുതലാണ്, ഡയബറ്റീസും പ്രഷറൊക്കെ വളരെ കൂടുതലാണ്. അപ്പോൾ ഭക്ഷണ രീതികളെ പറ്റി ചെറുപ്പക്കാർ പ്രത്യേകിച്ച് കൂടുതൽ ബോധവാന്മാരാവേണ്ടതാണ്. നമ്മൾ എന്തായാലും ഇവിടുന്ന് നമ്മളൊരു ഹോം കെയറും കൂടി കൊടുക്കാൻ പോകുന്നുണ്ട്. ഡോക്ടർ ഇപ്പൊ ഞങ്ങളുടെ കൂടെയുള്ള ഡോക്ടേഴ്സ് ഉണ്ട്, ഞങ്ങൾക്കൊരു ടീമുണ്ട്. അപ്പോ ഞങ്ങൾ നോക്കിയപ്പോ ആക്ച്വലി ഒത്തിരി ചാലക്കുടിയിൽ ഇല്ലാത്തൊരു സൗകര്യം കൂടിയാണ്. ആക്ച്വലി ചാലക്കുടിയിൽ ഒത്തിരി വയസ്സായ പേഷ്യൻസ് ഉണ്ട്. അവരെ മിക്കവരും ഹാർട്ട് ഡിസീസ് ഉള്ള പേഷ്യൻസ് ആണ്. ഒരു പ്രായം കഴിഞ്ഞാൽ ഒരുവിധം ആൾക്കാർക്കും ഹാർട്ട് ഡിസീസും കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ ഒരു ഹോം കെയർ ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു കാര്യമാണ്. കാരണം പലർക്കും പല സംശയങ്ങളാണ്, ഞങ്ങൾക്ക് അവിടെ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റുമോ, ആളെ കൊണ്ടുവരാൻ പറ്റുന്നില്ല ആ സിറ്റുവേഷൻ. അപ്പൊ ഞങ്ങളൊരു ഹോം കെയറിന് ഒരു ടീം തന്നെ റെഡിയാക്കിയിട്ടുണ്ട്. ഡോക്ടർ ബെർണാഡിന്റെ ഇതില് നമുക്ക് നല്ലൊരു ട്രീറ്റ്മെന്റ് ഫെസിലിറ്റി കൊടുക്കാനുള്ളൊരു അപ്പൊ നമ്മളൊരു സ്റ്റാഫ് കെയറും ഡോക്ടർ ബെർണാഡിന്റെ സേവനവും എല്ലാം നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. അത് നമുക്ക് ചാലക്കുടി പരിസര പ്രദേശങ്ങളും നമുക്ക് അതിന്റെ ഇതുപോലെ ചെയ്യാം. അത് കുഴപ്പമില്ല. നമ്മള് ഇപ്പൊ മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു വെറ്റിലപ്പാറ ആതിരപ്പള്ളി വരെ നമുക്ക് കവർ ചെയ്യാവുന്നതാണ്. അത് കുഴപ്പമില്ല. സാർ എത്ര വർഷമായി ഒരു മേഖലയിൽ? ഞാൻ ഈ ചാലക്കുടിയിൽ തന്നെ 15 വർഷമായി ഞാൻ വർക്ക് ചെയ്യുന്നു. അപ്പൊ ചാലക്കുടിയിൽ ഒരു ഇന്റർവെൻഷൻ കാത്ത് ലാബും കാര്യങ്ങളും എല്ലാം സ്റ്റാർട്ട് ചെയ്തതും അറിയാം. അപ്പൊ എനിക്ക് ഓരോ മുക്കിലും മൂലയിലും എനിക്ക് അറിയുന്ന ആൾക്കാരും ഉണ്ട്. അപ്പൊ എനിക്ക് ഫാമിലി നെയിം വെച്ച് തന്നെ എനിക്ക് പലരുടെയും ഹിസ്റ്ററി അറിയാം നമ്മള്. കാരണം ഒരു നല്ലൊരു കാർഡിയോളജി എന്ന് പറയുമ്പോൾ നമുക്ക് ആക്ച്വലി ഒരു രോഗിയുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടോടെ തുടങ്ങണം അതിന്റെ ഹിസ്റ്ററി. അപ്പൊ നമുക്ക് പലരുടെയും അപ്പോ ജനറേഷൻസ് ആയിട്ട് പേഷ്യൻസ് ആയിട്ടുള്ളവരുണ്ട്. എനിക്ക് പാരന്റ്സിനുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് അതിന്റെ ഫാമിലി, അത് നമ്മുടെ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അത് പേടിപ്പിക്കാൻ വേണ്ടി പറയണല്ല, പക്ഷെ നമ്മൾ കെയർഫുൾ ആയിട്ടിരിക്കാൻ. ഇപ്പൊ പലരും നമ്മളൊരു 20 ഇയേഴ്സ് കഴിഞ്ഞാൽ നമ്മുടെ ലിപ്പിഡ് പ്രൊഫൈലും വാല്യൂസ് അറിഞ്ഞിരിക്കണം. 20 ഇയേഴ്സ് ആഫ്റ്റർ 20 ഇയേഴ്സ്. കാരണം പക്ഷെ ഇപ്പൊ പലർക്കും അറിയില്ല. 50 വയസ്സ് കഴിഞ്ഞ് 60 വയസ്സ് കഴിഞ്ഞവർ നമ്മളുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ അവർ കൊളസ്ട്രോൾ ലെവൽ ചെക്ക് ചെയ്തിട്ടില്ല, ഇതുവരെ ഷുഗർ ലെവൽ ചെക്ക് ചെയ്തിട്ടില്ല, ഞാൻ ബേസിക് ഒരു ടെസ്റ്റ് പോലും ചെയ്തിട്ടില്ല. പക്ഷെ വലിയ ആൾക്കാരാണ്, പക്ഷെ എല്ലാ അവയർനെസ് ഉള്ളവരാണ്. ഡെയിലി ഇത്രയും ന്യൂസിലും മീഡിയയിലും അവയർനെസ് ഉള്ളവർ. അല്ല നമ്മൾ ഇത്രയും ഇതുപോലെ പലപ്പോഴും നമ്മൾ അവഗണിക്കുന്നതാണ്. എനിക്ക് അസുഖമില്ലല്ലോ, അല്ലെങ്കിൽ അസുഖം വന്നിട്ട് ചികിത്സിക്കാന്നുള്ളൊരു മനോഭാവമാണ് പലപ്പോഴും. അപ്പൊ നമ്മുടെ വിലപ്പെട്ട ജീവനെ പോണേ. ഇതിപ്പോ ഹൃദയാഘാതത്തിന്റെ ഗൗരവം എന്ന് പറഞ്ഞാൽ, ഒരു ഹൃദയാഘാതം സംഭവിച്ചാൽ ഒരു വ്യക്തിക്ക് സംഭവിക്കുന്നതിൽ 50% പേർക്ക് ഹോസ്പിറ്റലിൽ വരാൻ പറ്റുള്ളൂ. ഫസ്റ്റ് 1 hour 50% ആൾക്കാർ മരിക്കും. അപ്പോൾ ആ ഒരു 50% ആൾക്കാർ സർവൈവ് ചെയ്യുള്ളൂ. അപ്പൊ അത്രയും ഗൗരവമാണ്. നമ്മൾ പലപ്പോഴും ന്യൂസ് പേപ്പറിൽ കാണും, നമ്മൾ മറക്കും. അപ്പോൾ ഇത് അങ്ങനെ ഒരു പ്രിവെന്റ് ചെയ്യണം. ആർക്കും എനിക്ക് അസുഖം വന്നിട്ട് ചികിത്സിക്കാന്നുള്ള മനോഭാവം മാറണം. നമ്മളെ ലെവൽസ് അറിയണം. ഒരു 20 വയസ്സ് കഴിഞ്ഞൊരു വ്യക്തി എല്ലാവരും നമ്മളുടെ കൊളസ്ട്രോൾ ലെവൽസ്, ഷുഗർ ലെവൽസ്, ബേസിക് ലെവൽസ് എല്ലാം ടെസ്റ്റ് ചെയ്ത് വെക്കുക. അതിനുള്ള സൗകര്യങ്ങളെല്ലാം നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ അത് നമ്മുടെ റിസ്ക് അറിയണം. പിന്നെ നമുക്ക് പാരമ്പര്യ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടോ, നമ്മൾ എന്തൊക്കെ ഡയറ്റാണ് കഴിക്കേണ്ടത്, ആ ഒരു അവയർനെസ് ഉണ്ടാക്കണം. ഇപ്പൊ ഞാൻ പറയുമ്പോൾ പലപ്പോഴും അറ്റാക്ക് ആയിട്ട് നമ്മുടെ അടുത്ത് നിന്ന് വന്ന് ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് പോകുമ്പോൾ ഞാൻ പറയും, ഈ ഒരു വ്യക്തിക്ക് മാത്രമല്ല നിങ്ങൾ ഡയറ്റ് മോഡിഫൈ ചെയ്യേണ്ടത്, നിങ്ങളുടെ ഫാമിലിയിലെ എല്ലാവർക്കും മോഡിഫൈ ചെയ്യണം.
ഈ ഒരു വ്യക്തിക്ക് മാത്രം ഫ്രൈ ചെയ്യാത്തൊന്നും കൊടുക്കരുത്, ഫ്രൈ ചെയ്ത് കൊടുക്കരുത്, പുഴുങ്ങിയത് മാത്രം കൊടുക്കരുത്, എണ്ണ കൊടുക്കരുത്, അപ്പുറത്ത് മക്കളിരുന്ന് കഴിക്കണം. അങ്ങനെ പാടില്ല. ആ വ്യക്തിക്കും ഡിസ്കറേജ്മെന്റ് ആണ്. നമ്മുടെ വീട്ടിലെ ഡയറ്റ് ഫുള്ള് മോഡിഫൈ ചെയ്യണം. എല്ലാവർക്കും നല്ലത്. അത് നെക്സ്റ്റ് ജനറേഷന് വരാണ്ടിരിക്കാനും. അല്ലാതെ അച്ഛന് മാത്രം നമ്മൾ കാർഡിയാക് ഡയറ്റ് കൊടുത്ത് അറ്റാക്ക് വന്നൊരു വ്യക്തിക്കുള്ള ഡയറ്റ് കൊടുത്ത് മറ്റേ ആൾക്കാര് സാധാരണ ഡയറ്റ് കഴിക്കാൻ അത് പറ്റില്ല. അത് എല്ലാവരും മോഡിഫൈ ചെയ്യണം. ആ വ്യക്തിക്ക് ഒരു എൻകറേജ്മെന്റ് ആണ് അടുത്ത ജനറേഷന് വരാണ്ടിരിക്കാനാ. അല്ലെങ്കിൽ ഇവര് ബാംഗ്ലൂരും അല്ലെങ്കിൽ ഗൾഫിൽ പോയി അവിടെ ആയിരിക്കും അറ്റാക്ക് വരുന്നത്. ഇപ്പൊ ഇങ്ങനെ ഹാർട്ട് സർജറി ഒക്കെ കഴിഞ്ഞ ആൾക്കാർക്ക് നല്ല ഫുൾ സ്വിംഗിൽ ജോലി ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടിയാണ് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യണേ. ഇപ്പൊ ഒരു അറ്റാക്ക് വന്ന വ്യക്തി എമർജൻസി ആൻജിയോപ്ലാസ്റ്റി അല്ലെങ്കിൽ നേരത്തെ ചെയ്താൽ, ടൈം കളയാതെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ഫുൾ ലൈഫില് അതില് പല ജോലികൾ ചെയ്യുന്നവരുണ്ട്. മരം കയറ്റവും എല്ലാ പണികളും ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതിൽ ഫുൾ 3 months കഴിഞ്ഞാൽ ഒരുവിധം എല്ലാവർക്കും നോർമൽ ലൈഫിലേക്ക് പോവാം. പിന്നെ ചില വ്യക്തികളുടെ ഹാർട്ടിന്റെ പമ്പിങ് കുറഞ്ഞ് അങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ജോലി റെസ്ട്രിക്ട് ചെയ്യാൻ പറയും. എന്നിരുന്നാൽ തന്നെ ഞാൻ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള അവർക്ക് മാർഗം പറഞ്ഞു കൊടുക്കും. പലർക്കും ഇപ്പൊ അറിയുന്നുണ്ട്, ഇപ്പൊ ഭയങ്കര ചുമട്ടുതൊഴിലാളികളും മാരം കഴിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് എന്ത് ചെയ്യണമെന്ന് ഭയങ്കര പ്രശ്നം. കാരണം അറിയില്ല, ജോലി എന്താ ചെയ്യണമെന്ന് അറിയില്ല. ആ ജോലിയെ പഠിച്ചിട്ടുള്ളൂ, മരം കയറ്റം അറിയുള്ളൂ. അപ്പോ ഈ ആൾക്ക് എന്ത് ജോലി ചെയ്യണം അറിയില്ല. അപ്പൊ അവർ നമ്മൾ ഓൾട്ടർനേറ്റീവ് ജോലി സജസ്റ്റ് ചെയ്യും. നിങ്ങൾ എന്തെങ്കിലും ഷോപ്പിലോ അല്ലെങ്കിൽ ലോട്ടറിയോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാലും അവർക്ക് ജീവിച്ചു പോകാൻ പറ്റും. അത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. കാരണം അസുഖം എന്ന് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഉടനെ ജോലിക്ക് വെക്കുന്ന ആൾക്കാരും വിളിക്കില്ല. കാരണം ഇത് ഇനി വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ട്രബിളാണ്. അപ്പോ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവരുത്. അപ്പൊ ഞങ്ങള് ആ ഒരു റെസ്പോൺസിബിലിറ്റി കൂടെ ഞാൻ എടുത്ത് അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. നിങ്ങൾക്ക് എന്ത് ജോലികൾ ചെയ്യാവുന്നത്, നിങ്ങൾക്ക് ഓൾട്ടർനേറ്റീവ് ഇങ്ങനെ ഓപ്ഷൻസ് ഉണ്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കോൺഫിഡന്റ് ആവും. അല്ലെങ്കിൽ അറ്റാക്ക് വന്ന് ഒരു 6 മാസമായിട്ട് ഡിപ്രഷൻ ആയിട്ട് വരുന്ന ഒത്തിരി പേരുണ്ട്. ഡിപ്രഷൻ ആയിട്ട് എപ്പോഴും സംശയമാണ്. രാത്രിയാകുമ്പോ എപ്പോഴും സംശയമാണ്, അറ്റാക്ക് ആണോ, വിളിക്കും, ഇനി ഡോക്ടറെ കാണാൻ പറ്റുമോ, ഇപ്പൊ ചെന്ന ഡോക്ടർ ഉണ്ടാവോ, അങ്ങനെ ഒന്നും പേടിക്കരുത്. കാരണം ഞങ്ങൾ എപ്പോഴും 24 hours സർവീസ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ തുടങ്ങി. അല്ലെങ്കിൽ ഞങ്ങൾ ഇത് ചെയ്യില്ല ഒരിക്കലും. ഒരു ഡോക്ടർ ഒരു രോഗിയെ മരിക്കാൻ വേണ്ടി ഒന്നും ചെയ്യില്ലല്ലേ? ഇല്ല, അതും ചെയ്യില്ല. അത് മാത്രമല്ല, ഞങ്ങൾ നിങ്ങളെ സർജറി അല്ലെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് കഴിഞ്ഞ് നിങ്ങളായിട്ടുള്ള റിലേഷൻ അവസാനിപ്പിക്കുന്നില്ല. കാരണം ഇത് കഴിഞ്ഞ ഒരു ലൈഫ് ലോങ് റിലേഷൻ ആണ്. ഒരു ഡോക്ടറും പേഷ്യന്റും തമ്മിലുള്ള റിലേഷനെ അത് പലരും മനസ്സിലാക്കുന്നില്ല. ആക്ച്വലി ഇത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ഞങ്ങളുടെയാണ്. അപ്പൊ പലർക്കും ഈ അറ്റാക്ക് വന്ന് വളരെ കോൺഫിഡൻസ് കുറഞ്ഞു പോകും. പലർക്കും പേടിയാണ്. ഇപ്പൊ പലപ്പോഴും ഭാര്യമാര് എന്റെ അടുത്ത് പറയാറുണ്ട്, ആക്ച്വലി ഇപ്പൊ ആള് നൈറ്റില് ബ്രീത്ത് ചെയ്യണ്ടോന്നൊക്കെ ഞാൻ നോക്കും ഇടയ്ക്കിടയ്ക്ക്. അങ്ങനെയൊക്കെ ഭയങ്കര സൈക്കോളജിക്കലാണ്. പിന്നെ ഹസ്ബൻഡിന് പെയിൻ വരുമ്പോ പേടി, ഇത് ഹോസ്പിറ്റലിൽ പോകണോ. മുമ്പ് ഒരു വേദനയ്ക്കും പോകാത്തവർ ഇപ്പൊ എല്ലാ വേദനയ്ക്കും ഹോസ്പിറ്റലിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടോ? അല്ല, പക്ഷെ നമുക്ക് അവരുടെ സാമ്പത്തികം എല്ലാത്തിനും ഇത് ചെയ്യാൻ പറ്റില്ലല്ലോ. കാരണം സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർക്ക് ഇപ്പൊ പൊതുവെ സാറിനോട് ഒരു ഡൗട്ട് ചോദിക്കും. ഇപ്പം ഒരുപാട് ഹാർട്ട് സർജറികൾ നടക്കും. 35 ലക്ഷം 40 ലക്ഷം ഹാർട്ട് മാറ്റി വയ്ക്കല് ഇത് ശരിക്കും ഇത്രയും കോസ്റ്റ്ലി ആണോ? ശരിക്കും ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ കോസ്റ്റ്ലി ആണ്. കാരണം അതിന് ട്രാൻസ്പ്ലാന്റേഷനേക്കാളും ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷന്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ അതിന് ഹാർട്ട് അവൈലബിൾ ആവണം. ഈ ഹാർട്ട് ഒരു സിംഗിൾ ഓർഗൻ ആണല്ലോ, കിഡ്നി പോലെയല്ല. കാരണം സ്പെയർ ചെയ്യാൻ പറ്റും. ഹാർട്ട് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി മരിച്ചതിന് ശേഷം മാത്രമാണ് നമുക്ക് അവരുടെ ഹാർട്ട് എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇത് വെച്ച് കഴിഞ്ഞാലും ഇതിന്റെ റിജക്ഷൻ പോസിബിലിറ്റീസ് വളരെ കൂടുതലാണ്. റിജക്ഷൻ, അപ്പൊ അതിന് ഒത്തിരി ഇമ്മ്യൂണോ സപ്രസൻസ് കഴിക്കണം. അപ്പൊ ട്രാൻസ്പ്ലാന്റ് ചെയ്തൊരു വ്യക്തി കുറെ മരുന്നുകളും കഴിക്കണം. അപ്പൊ അവര് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ ഡിഫിക്കൽട്ടാണ് ലൈഫിലേക്ക് കൊണ്ടുവരാൻ. അപൂർവം ചിലർ സാധിക്കുന്നുണ്ട്. ലൈഫിലേക്ക് വരാൻ പറ്റും, എല്ലാം സക്സസ് ആയി ചെയ്യുന്നവരുണ്ട്. ഇപ്പൊ കുറെ ട്രാൻസ്പ്ലാന്റ് ഒളിമ്പിക്സ് ഒക്കെ നടന്നല്ലോ. ആക്ച്വലി അതൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ അതിനേക്കാളും നമ്മൾ അസുഖം വരാണ്ട് നോക്കണം ഏറ്റവും നല്ലത്. അപ്പൊ അത് മറ്റേത് ഇപ്പൊ ഹാർട്ട് മാറ്റി വെക്കുന്നത് കാർഡിയോമയോപ്പതി എന്ന് പറഞ്ഞ ചില സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പൊ അത് നമ്മൾക്ക് അത്രയും ആൻജിയോപ്ലാസ്റ്റി കൊണ്ട് കറക്റ്റ് ചെയ്യാവുന്നതല്ല. അത് ട്രാൻസ്പ്ലാന്റ് മാത്രമേ ട്രീറ്റ്മെന്റ് ഉള്ളൂ. ഇഷ്ടപ്പെട്ട ഭക്ഷണവും അവരെല്ലാം ആസ്വദിച്ച് കഴിയുന്ന നമ്മുടെ നാട്ടിലെ ജനങ്ങളുണ്ട്. കാരണം അവരുടെ ജീവിതത്തിൽ ഒന്നും മാറ്റിവെക്കാൻ സമയവുമില്ല. നല്ല ഭക്ഷണം, അതും എങ്ങനത്തെ ഭക്ഷണമാണ് കഴിക്കുന്നതെന്നും അവർക്കറിയില്ല. വളരെ ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ അതൊക്കെ കഴിച്ച് ഈ ഒരു ജീവിതം മുന്നോട്ട് നയിക്കുന്ന ഈ ഒരു സമൂഹത്തിനോട് സാറിന് എന്താ പറയുന്നത്? അവരോട് പറയാം. ഞാൻ പറയാം, നമ്മള് ജീവിതം ആസ്വദിച്ചുകൊണ്ട് തന്നെ നമ്മള് ഇതാവണം. അപ്പൊ അത് കറക്റ്റ് വേയിൽ കഴിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. എല്ലാ ഭക്ഷണങ്ങളും നമുക്ക് കഴിക്കാവുന്നതാണ്. പക്ഷെ അത് കെയർഫുള്ളും അതിന്റെ മോഡറേറ്റ് ലെവലിൽ കഴിക്കാം. ഇപ്പോഴും സയൻസിന് ആയുസ് നീട്ടാൻ ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല ഇതുവരെയും. ഇത് സയൻസ് കണ്ടുപിടിച്ചു കാലറി റിസ്ട്രിക്ഷൻ മാത്രം. അതായത് ഭക്ഷണത്തിന്റെ ക്വാണ്ടിറ്റി കുറയ്ക്കുക, ഹെൽത്തി ഫുഡ് കഴിക്കുക. നമ്മൾ കഴിക്കുന്ന എന്ത് കഴിച്ചാലും അതിന്റെ ക്വാണ്ടിറ്റി മോഡറേഷൻ ലെവലിൽ കഴിക്കാം. അത് ആയുസ് നീട്ടാനും ഇങ്ങനത്തെ കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കാനും നല്ലതാണ്. പിന്നെ പ്രിവെന്റീവ് എന്നാണ്, നമ്മൾ അസുഖം വരാതിന് മുമ്പ് ചികിത്സിക്കുന്ന ഏറ്റവും നല്ലത്. അസുഖം വന്നതിന് ശേഷം നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ്, നമ്മുടെ ജീവിത ഇത് മാറും, ക്വാളിറ്റി ഓഫ് ലൈഫ് മാറും. വളരെയധികം ഇങ്ങനെ പേടിച്ചും ഭയന്നും ജീവിക്കേണ്ട സാഹചര്യം ഒഴിവാക്കുക. അപ്പൊ നല്ല രീതിയിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ലൊരു
ലൈഫായിട്ട് നമ്മുടെ ലൈഫ് എക്സ്പെക്ടൻസി നോർമലി കിട്ടും, അതിനൊന്നും സംശയമില്ല. ഓക്കെ, നമുക്ക് മികച്ച ഉപദേശങ്ങളാണ് ഡോക്ടറിന് കിട്ടുന്നത്. നമുക്ക് കുറേ സംശയങ്ങൾ ഉണ്ടായിരുന്ന സംശയങ്ങളൊക്കെ നമുക്ക് ദൂരീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്നാലും ഡോക്ടറുടെ ഈ വിലപ്പെട്ട ഉപദേശം നന്ദി. താങ്ക് യു. പണ്ട് കാലത്തൊക്കെ നമുക്ക് എന്തെങ്കിലും അസുഖമൊക്കെ വന്നു കഴിഞ്ഞാൽ ഡോക്ടറെ വിളിച്ചു കഴിഞ്ഞാൽ അവർ നമ്മുടെ വീട്ടിലേക്ക് വരുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ആ ഒരു സംവിധാനം തികച്ചും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. വളരെ റയറായിട്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. പക്ഷെ നമ്മുടെ ചാലക്കുടിയിൽ ലൈഫ് കെയർ ക്ലിനിക്കിൽ വീണ്ടും അങ്ങനെ ഒരു സംവിധാനം അവർ കൊണ്ടുവരികയാണ്. ഹോം കെയർ ക്ലിനിക്കാണ് ഇപ്പോൾ. അപ്പോൾ അതിൻ്റെ ഡോക്ടർ ബെർണാഡ് ബാബുവാണ് അതിന് നേതൃത്വം നൽകുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാലക്കുടി പ്രദേശത്ത് രോഗികൾക്ക് വീടുകളിലെത്തി അവർക്ക് വേണ്ട സേവനം നൽകാൻ തയ്യാറായി കടന്നത് വളരെ യങ്ങാണ് ആള്. അപ്പോൾ ആള് ആ ഒരു സേവനം അത് വളരെയധികം ഇഷ്ടപ്പെടുന്ന, അത് ശരിക്കും പറഞ്ഞാൽ അത്ര ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു ജോലിയാണ്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തോട് ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം. നമസ്കാരം ഡോക്ടർ, എങ്ങനെ ഈ ഒരു ഹോം കെയറിലേക്ക് വന്നു? അത് ആക്ച്വലി എന്റെ അപ്പനാണ് എന്റെ ഒരു മോട്ടിവേഷൻ. അപ്പനൊരു 2022 ആ സമയത്ത് ആൾക്കൊരു സ്ട്രോക്ക് വന്നു. സ്ട്രോക്ക് വന്നിട്ട് ആള് കിടപ്പിലായിരുന്നു വീട്ടിൽ വന്നപ്പോ. ആ സമയത്ത് ഞാൻ എന്റെ ഇന്റേൺഷിപ്പ് ചെയ്യുന്ന ഒരു സമയമായിരുന്നു. അപ്പോഴാണ് നമുക്ക് അതിന്റെ ഒരു നെസസിറ്റി തോന്നിയത്. എന്നുവെച്ചാൽ ആളെ ഒരു ഡോക്ടറിനെ വീട്ടിൽ കൊണ്ടുവന്ന് കാണിക്കുക, ആളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ എങ്ങനെ കൊണ്ടുപോകണം, ആളുടെ കൂടെ ആര് പോകണം, ഇതൊക്കെ അതിനകത്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഒരു ഡോക്ടർ ഒന്ന് വീട്ടിൽ വന്ന് കണ്ടിരുന്നെങ്കിൽ എന്നുള്ള രീതിയിലാണ്. അപ്പൊ ഇടയ്ക്ക് ആൾക്ക് മൂക്കിക്കോടുള്ള ട്യൂബ് പോവും, അല്ലെങ്കിൽ സക്ഷൻ എടുക്കാനായിട്ടുള്ള എല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പൊ ഇതൊക്കെ ആളാണ് ശരിക്കും പറഞ്ഞ എന്റെ ഒരു ഇൻസ്പിറേഷൻ. ഓക്കെ, എന്തൊക്കെ സാധാരണ ഇപ്പൊ എത്ര കിലോമീറ്റർ ചുറ്റളവിൽ നമ്മൾ പോകും ഇതിന് വേണ്ടിയിട്ട്? ഒരു 5 കിലോമീറ്റേഴ്സ്, അതിനേക്കാളും കൂടുതൽ പോകുന്ന വെച്ചാൽ നമുക്കും അത് പെട്ടെന്ന്, കാരണം നമ്മൾ ഇവിടുത്തെ ഹോസ്പിറ്റലത്തെ കാര്യം ഇട്ടിട്ടാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നത്. ഞാൻ ഒറ്റയ്ക്ക് പോയാൽ പോരാ, നമ്മുടെ കൂടെ ഒരു സ്റ്റാഫ് നഴ്സ് വേണം. ഇപ്പൊ എന്തെങ്കിലും ഒരു ബ്ലഡ് റൂട്ടീനോ അങ്ങനെ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നമുക്ക് സമയം എടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമായി ഹോം കെയർ. അത് ശരിക്കും പറഞ്ഞ ഒരു ഫെസിലിറ്റിയാണ്. കാരണം ഇപ്പൊ പ്രായമുള്ള ആൾക്കാർക്ക് ഹോസ്പിറ്റലിൽ വരാന്ന് പറയുന്നത് തന്നെ അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. കുറെ ഹാസിൽസ് അതിനകത്ത് വരുന്നുണ്ട്, ഒബ്സ്റ്റക്കിൾസ്. ഇതൊക്കെ മാറ്റിയിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോവാ. അപ്പൊ നമുക്ക് അവർ നിൽക്കുന്ന എൻവയൺമെന്റ് തൊട്ടിട്ട് അവരെ പരിചരിക്കുന്ന ആൾക്കാരുടെ അടക്കം ആ ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് അറിയാൻ പറ്റും. ശരിക്കും നമ്മൾ ഇത് കാർഡിയാക് ഇതിനല്ലേ കാർഡിയാക്കിൻ റിലേറ്റഡ് അല്ലേ? കൂടുതലും കാർഡിയാക് റിലേറ്റഡ് ആണ്. എന്നാൽ ഇപ്പൊ ഈ ബെഡ് റിഡൻ ആയിട്ടുള്ള പേഷ്യൻസ് ഉണ്ടാവും, കുറച്ച് റീഹാബിലിറ്റേഷൻ മാത്രം ആവശ്യമുള്ളൂ. ഇങ്ങോട്ടേക്ക് ഇപ്പൊ മുട്ടിന് എന്തെങ്കിലും ബുദ്ധിമുട്ടോ അങ്ങനെ എന്തെങ്കിലും ഉള്ള ഒരു പേഷ്യൻസ് ആണെങ്കിൽ അവർക്ക് ഹോസ്പിറ്റലിലേക്ക് വരാനുള്ളൊരു ബുദ്ധിമുട്ടുള്ള ആൾക്കാരെ മാത്രം നമ്മൾ അങ്ങോട്ടേക്ക് പോയി കാണണം. എന്നിട്ട് അവർക്ക് ആവശ്യമുള്ള പരിചരണം കൊടുക്കാം. അതാണ് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പൊ അതൊരു പാലിയേറ്റീവിന്റെ ഒരു കെയർ അല്ല ശരിക്കും വേണ്ടത്. പാലിയേറ്റീവ് അല്ല, പാലിയേറ്റീവ് എന്ന് പറയുന്നത് ഈ ക്യാൻസർ പേഷ്യൻസിന് നമ്മളൊരു ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് എൻഡ് ഓഫ് ലൈഫ് കെയർ. നമ്മൾ കുറച്ചും കൂടി ഈ കിടപ്പുരോഗികൾ കുറച്ച് റീഹാബിലിറ്റേഷനും മോട്ടിവേഷനും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അവര് പിക്കപ്പ് ചെയ്ത് വന്നോളൂ. പിക്കപ്പ് ആവുമല്ലോ 2-3 മാസത്തിനുള്ളിൽ. അതെ അതെ, അപ്പൊ അതൊരു ഭയങ്കര ഒരു കോൺസ്പിറസി, മെന്റൽ സപ്പോർട്ട് ആണല്ലേ? അതെ അതെ. ഒപ്പം അത് ഫാമിലിക്കും വളരെ ഗുണകരമാണ്. എന്തായാലും ചാലക്കുടിയിൽ ഇങ്ങനെ ഒരു നല്ലൊരു സേവനം ചെയ്യാൻ എന്തായാലും മുന്നോട്ട് വന്നതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം നമ്മൾ വളരെ കാലങ്ങളായിട്ട് പണ്ട് കാലത്തൊക്കെ വൈദ്യൻ വീട്ടിലേക്ക് വരുന്നു പറയുന്ന അന്നും ഇതുപോലെ തന്നെ ഈ കിടപ്പ് രോഗികളെ നോക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതലും ആൾക്കാർ വന്നുകൊണ്ടിരുന്നത്. ഈ പ്രായമുള്ള ആൾക്കാർക്ക് ഒരു കെയറിനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ചില സമയത്ത് ഈ ചെറുപ്പക്കാർ ഈ മടി കാരണം വരാണ്ടിരിക്കും, അതല്ല ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. സർവീസ്. ഞാൻ ഈ സർവീസ് തുടങ്ങാനുള്ള കാരണം എനിക്ക് തോമസ് ജോൺ സാർ എന്ന് പറഞ്ഞാൽ ഇത്രയും റിനൗണ്ട് ആയിട്ടുള്ള ഒരു കാർഡിയോളജിസ്റ്റ് ഫുൾ സപ്പോർട്ടാണ് എനിക്ക് ഇതിനകത്തുള്ളത്. ഈ ആളിങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഒരു കൺസെപ്റ്റ് തന്നു, സാർ നമുക്ക് ഇവിടെ ചാലക്കുടിയിൽ ഇതുവരായിട്ട് ഒരു ഡെഡിക്കേറ്റഡ് ഹോം കെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു വൈ ഡോണ്ട് യു സ്റ്റാർട്ട് ഇറ്റ് എന്നുള്ള രീതിയിനകത്ത് ആൾ എന്നോട് പറഞ്ഞത്. ഒരു ഫിസിഷ്യൻ ലെവലിൽ വരെയുള്ള ഒരു സപ്പോർട്ട്, അത്രയും ഹമ്പിളാണ് ആളത്ര ആ ഒരു കരുതൽ ആൾക്ക് ഉണ്ട്. അപ്പൊ ആളുണ്ട്, ആ ഒരു ധൈര്യം കൂടി എനിക്ക് ആക്ച്വലി ഉണ്ട്, ആളുടെ ഒരു സപ്പോർട്ട്. ഏതൊരു പേഷ്യന്റിനും ഗെറ്റിംഗ് ഒരു സ്പെഷ്യലിസ്റ്റിന്റെ ഒരു കെയർ ആണ് അവർക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ വലിയൊരു നല്ലൊരു ഡോക്ടറാണ്, നല്ലൊരു വിദഗ്ധനാണെന്ന് തന്നെ പറയാം അല്ലേ? നല്ല ഡോക്ടറാണ്. അപ്പൊ അതിന്റെ ഒരു ഗുണം നമ്മുടെ പേഷ്യൻസിന് കിട്ടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു താല്പര്യമാണ് ശരിക്കും പറഞ്ഞാൽ ഡോക്ടർ ഈ മേഖലയിലേക്ക് കൂടുതലായിട്ട് കടന്നത് അല്ലേ? താങ്ക് യു. ഓക്കെ.